പ്രിയ വിദ്യാർത്ഥികളെ, ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ ഇംഗ്ലീഷിൻ്റെയും അക്കൗണ്ടൻസിയുടെയും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങളും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അയയ്ക്കുക. ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നമുക്ക് ഇംഗ്ലീഷിന് 80 മാർക്കാണ്. മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. കൂൾ ഓഫ് ടൈം 25 മിനിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ദർ ഇസ് എ കൂൾ ഓഫ് ടൈം ഓഫ് 25 മിനിറ്റ്സ് ഇൻ അഡീഷൻ ടു ദ റൈറ്റിംഗ് ഓഫ് 2.5 hours. മാക്സിമം സ്കോർ 80 ആണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എഴുതാം, മുഴുവൻ ക്വസ്റ്റ്യൻസ് എഴുതാം. എപ്പോൾ 80 മാർക്ക് കിട്ടുന്നതോ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടുന്നത് 80 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. 1 മാർക്കിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. അടുത്ത 4 ക്വസ്റ്റ്യൻ വീണ്ടും 1 മാർക്കിൻ്റെ ആണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 മാർക്ക്. അടുത്തത് ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതമാണ്. ഡിസ്കോഴ്സ് ലെവൽ ക്വസ്റ്റ്യൻസ്. 9ാമത്തെ ചോദ്യത്തിന് 1 മാർക്ക്, 11, 11 മുതൽ 18 വരെ 4 മാർക്കാണ് അതിനുള്ളത്. അടുത്ത പാർട്ടെന്ന് പറയുന്നത് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 6 സ്കോർസ്. ഹിൻ്റ് തന്നിരിക്കും. 19 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾക്ക് 6 മാർക്ക് വീതമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പാർട്ട് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 8 സ്കോർ. ഹിൻ്റ് തന്നിരിക്കും 31 മുതൽ 35 വരെ. അപ്പോൾ 35 ക്വസ്റ്റ്യൻസ് കാണും. നിങ്ങൾക്ക് 80 മാർക്കിന് പകരം ഇരട്ടി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എഴുതാൻ സാധിക്കും. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നത് 80 മാർക്കാണ്. അപ്പം എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും എഴുതാം. A+ഉം ഫുൾ മാർക്കും ഒക്കെ മേടിക്കാൻ സുവർണ്ണ അവസരമാണ്. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതിൻ്റെ ലിങ്കും കൂടുതൽ ഫോക്കസ് ഏരിയ നോട്ട്സും ഒക്കെ ചെക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഫോക്കസ് ഏരിയ നോട്ട്സും ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് അക്കൗണ്ടൻസിയിലേക്ക് വന്നാൽ ഈ വർഷം മുതൽ പ്രത്യേകതയുണ്ട്. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ 60 മാർക്കാണ് അതിനകത്തുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും. അപ്പം 2 മണിക്കൂർ 20 മിനിറ്റ് ആയിരിക്കും ആ വിഷയമെന്ന് പറയുന്നത്. ഇതിനകത്തും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാം. മാക്സിമം സ്കോർ ഫോർ ക്വസ്റ്റ്യൻ 1 to 37 വിൽ ബി 60. 37 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കാണും. 37 ക്വസ്റ്റ്യൻസിലെ മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്നത് 60 മാർക്കാണ്. യഥാർത്ഥത്തിൽ ഇരട്ടി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് കാണും. നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് എഴുതാൻ സാധിക്കും. കിട്ടുന്നത് ഇത് മാത്രം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പാർട്ട് എ അക്കൗണ്ടിംഗ് ഭാഗമാണ്. ഫ്രം ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻസർ ഫോർ 40 സ്കോർ ഫ്രം പാർട്ട് എ ആൻഡ് 20 സ്കോർ ഫ്രം പാർട്ട് ബി. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ക്യാരി 1 സ്കോർ. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 സ്കോർ വീതം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 സ്കോർ വീതം. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 സ്കോർ വീതം. നാലാമത്തെ പാർട്ട് 11 മുതൽ 15 വരെ ചോദ്യങ്ങൾക്ക് 4 സ്കോർ വീതം. അഞ്ചാമത്തെ പാർട്ട് 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾക്ക് 5 സ്കോർ വീതം. ആറാമത്തെ പാർട്ട് 2 എണ്ണമാണ്. 21ഉം 22ഉം 8 സ്കോർ വീതം ആണ് ഉള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ട് പാർട്ട് ബി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. 23 മുതൽ 26 ചോദ്യങ്ങൾക്ക് 1 സ്കോർ വീതം. എട്ടാമത്തെ പാർട്ട് 27 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 സ്കോർ വീതം. 9ാമത്തത് 31 മുതൽ 32 വരെ 3 സ്കോർ. 31, 32ഉം 33 മുതൽ 35 വരെ 3 എണ്ണത്തിന് 4 മാർക്ക് വീതം. 36, 37ഉം 5 സ്കോർ വീതം. ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്കെന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെയും അക്കൗണ്ടൻസിയുടെയും ഫോക്കസ് ബേസ് ചെയ്തുകൊണ്ടുള്ള നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന നോട്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണുക. ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾ വളരെ A+ മാർക്കും ഫുൾ മാർക്കും എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ള കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അയയ്ക്കുക. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.